ഭഗവാന്റെ ആ അനൽപമായ കാരുണ്യാതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ധന്യമായ ധന്വന്തരി മൂർത്തി ഭാവത്തോടു കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ വിഗ്രഹം പാണ്ഡവരിൽ 4ാമനായ നകുലൻ പ്രതിഷ്ഠിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഈ വിഗ്രഹത്തിൽ, ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവത് കഥകളെ പാടാനുള്ള ഭാഗ്യമായി തീർന്നത്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം വാക്കുകളായി, അക്ഷരങ്ങളായി, വാക്കുകളായി, കീർത്തനങ്ങളായി ഒക്കെ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത്. ഇന്നലെ നമ്മൾ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച രംഗം പറഞ്ഞു. വിദ്യാമൂർത്തിയായി, യജ്ഞവരാഹമൂർത്തിയായി ഭഗവാൻ അവതരിച്ചു. പിന്നീട് ഭഗവാൻ സാക്ഷാൽ കപിലനായി അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ പാരായണം ആരംഭിച്ചത്. ഇന്നലെ കർദമ പ്രജാപതിയുടെ തപസ്സിനെ കുറിച്ച് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ ഛായാസൃഷ്ടിയാണ് കർദമൻ. ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ഉണ്ടായ കർദമൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പ്രജാസൃഷ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചും കൊണ്ട് അതിന് എന്തു വേണം, പ്രജാസൃഷ്ടി ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിലേ നമുക്ക് വേണ്ട പോലെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കണം. അത് മനസ്സിലാക്കിയ അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്ത് ഭഗവാനെ സഗുണോപാസനയോടുകൂടി കിരീടനം കുണ്ടലിനം ശംഖചക്ര ഗദാധരം ശ്വേതോൽപ്പല ക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം, ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് വനമാല ധരിച്ച് മഞ്ഞപ്പട്ടുടുത്ത ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ അദ്ദേഹം 1000 വർഷം 10,000 വർഷം തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി വിന്യസ്ത ചരണാഭോജം ഹംസദേശേ ഗുരുന്മത ദൃഷ്ടുവാഘേവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭഗന്ധരം. ഭഗവാൻ ഇങ്ങനെ കണ്ടപ്പോ ഗീർഭിസ്ത്വഭ്യഗൃണാൽ പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലി വീണിങ്ങനെ നമസ്കരിച്ചു. ലബ്ധ മനോരഥ, തൻ്റെ മനോരഥം സാധിച്ചു എന്ന് മനസ്സിലാക്കി വീണങ്ങനെ നമസ്കരിച്ചു. എന്നിട്ട് പറയുകയാണ് പാദാരവിന്ദം ഭവസിന്ധുബോധം. കർദമ പ്രജാപതിയാണ് ലോകത്തിൻ്റെ മുമ്പിൽ വളരെ മനോഹരമായ ഭഗവാന്റെ പാദത്തെക്കുറിച്ചുള്ള ഒരു ഉപമ. ഭഗവാൻ ഒരിക്കലും ഉപമിക്കാൻ സാധിക്കാത്തവനാണ്, അല്ലേ? അത് പട്ടേരിപ്പാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അനുപമമാണ്, അനോപമമാണ് ഭഗവാൻ എന്നൊക്കെയാണ്. എങ്കിലും ഭക്തന്മാർ പറയും കാർമേഘവർണ്ണൻ, അല്ലേ? ഇങ്ങനെ ഓരോ തരത്തിൽ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ പലതുമായി ഉപമിച്ച് പറയാറുണ്ട്. ഇവിടെ ഭഗവാന്റെ പാദങ്ങളെ കുറിച്ച് പറയുകയാണ് പാദാരവിന്ദം ഭവസിന്ധുബോധം. ഈ ഭവസിന്ധു, ഈ സംസാര സാഗരത്തിന്റെ മറുകര കടക്കാനുള്ള തോണിയാണ് ഭഗവാന്റെ പാദങ്ങൾ. കർദമ പ്രജാപതി ഇങ്ങനെ പറയുമ്പോൾ സാക്ഷാൽ ദേവഹൂതി, കർദമ പ്രജാപതിയുടെ പത്നി, ഭഗവാന്റെ മാതൃഭാവം അലങ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മനുപുത്രി, ആ മനുപുത്രി എന്താ പറയണത്? ഭഗവാനെ അവിടുന്ന് എന്താണ്? അവിടുന്ന് സംസാര വൃക്ഷത്തിന്റെ മൂലച്ഛേദനം ചെയ്യുന്ന ഒരു കുഠാരമാണ് എന്നാണ് അവിടുത്തെ കുറിച്ച് പറയണത്. തം ത്വാഗദാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം. ഇപ്പൊ ഭഗവാനെ കുറിച്ച് തോണി എന്ന് അച്ഛൻ പറഞ്ഞു, കുഠാരം എന്ന് അമ്മയും പറഞ്ഞു. ഭഗവാൻ ഇതൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ഇപ്പൊ സംസാരം ഒരു കടലാണെങ്കിൽ അത് കടക്കാനുള്ള തോണിയാണ്. സംസാരം വലിയൊരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ മൂലച്ഛേദനം ചെയ്യാനുള്ള കുഠാരം, കോടാലിയാണ് ഭഗവാൻ. ഇത് തന്നെ പ്രഹ്ലാദന്റെ കഥയിൽ ആ ശുക്രാചാര്യരുടെ മക്കൾ പറയുന്നുണ്ട്. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ എന്നാണ് പ്രഹ്ലാദനെ കുറിച്ച് പറയുന്നത്. ദൈതേയന്മാര്, അസുരന്മാരാകുന്ന ചന്ദനവനത്തിൽ വളർന്നിട്ടുള്ള ഒരു മുൾച്ചെടിയാണ് ഈ പ്രഹ്ലാദൻ. ഇത് വളർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? വിഷ്ണുവാകുന്ന കോടാലിയുടെ കൈയായി മാറും. ഇങ്ങനെ പല രീതിയിൽ ഭഗവാനെ ഭക്തന്മാര് പ്രകീർത്തിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. പൂന്താനം മരപ്രഭു എന്ന് തെറ്റി ചൊല്ലിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ മരപ്രഭുവുമാണ്, ഞാൻ സകലതിൻ്റെയും പ്രഭുവാണ്.
അമരപ്രഭുവാണ്, മരപ്രഭുവാണ്, ഒരു തെറ്റുമില്ല. അപ്പൊ നമ്മൾ വിളിക്കുന്നുണ്ടോ എന്നാണ് ഭഗവാൻ ശ്രദ്ധിക്കാറുള്ളത്. നമ്മൾ എത്ര കണ്ട് ഭക്തിയോടുകൂടിയാണ് ഇതിനെ സമീപിക്കുന്നത്? ഭാഗവതത്തെ എങ്ങനെ നോക്കി കാണുന്നു? വെറുതെ ഒരു സിനിമ കാണാൻ പോകുന്ന പോലെയാണോ ഭാഗവതം കേൾക്കാൻ പോകുന്നത്? അങ്ങനെ പോരാ എന്നാണ്. ഇതും ഒരു സിനിമയാണ്. അക്ഷരം കൊണ്ട് വേദവ്യാസൻ തീർത്ത ചലച്ചിത്രമായിട്ട് അതും ഭക്തന്മാര് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇതിനെ നമുക്ക് എത്ര കണ്ട് ഭക്തിയോടുകൂടി, എത്ര കൊണ്ട് ശ്രദ്ധയോടുകൂടി ആസ്വദിക്കാൻ സാധിക്കുമോ അത്രയും ആനന്ദം ഇതിലുണ്ടാവും. ഏത് പ്രവൃത്തി അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിച്ചിട്ട്, എത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണോ അവിടെ ആനന്ദം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഭഗവാന്റെ കാര്യത്തിൽ ഈ ആനന്ദം നിത്യാനന്ദമാണ്. മറിച്ച് ആ ആനന്ദത്തിന് അപ്പുറം ഒരു ദുഃഖമില്ല എന്നുള്ളതാണ്. നമ്മുടെ മറ്റ് ഭൗതികമായ ആനന്ദം അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് പ്രഹ്ലാദൻ പറയുന്നത് പോലെ അത് എന്താണ്? അത് ദേഹത്ത് ചൊറിയുന്നത് പോലെയാണ്. ദേഹത്ത് ചൊറിയുമ്പോ എന്താ? മാന്തി കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചൊറിയും, വീണ്ടും മാന്തും. അങ്ങനെ മാന്തി 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 അവസാനം എന്താവും? ആ ചൊറിഞ്ഞ ഭാഗം പൊട്ടും, അത് വ്രണമാവും. അതിൽ നിന്ന് ഏറ്റവും മലീമസമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴുകും. എന്നാൽ ഭഗവാന്റെ ഈ ദിവ്യമായ കഥകളെ കേൾക്കുക എന്ന് പറയുന്നത്, ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്ന് പറയുന്നത്, അത് നിത്യാനന്ദത്തെ നൽകുന്നതാണ്, വൈകുണ്ഠത്തെ നൽകുന്നു. ഭാഗവതത്തെ കുറിച്ച് അതാ പറഞ്ഞത്. സപ്താഹേന ശ്രുതം ചെയ്തൽ സർവഥാ മുക്തിദായകം എന്ന് ഒരിടത്ത് പറയുന്നു. ഇത് ആ ഉടനെ തന്നെ സദ്യ, അപ്പൊ തന്നെ നമുക്കറിയാവുന്ന സദ്യ ഭക്ഷണമാണ് അല്ലേ? ആ സദ്യ അല്ല, സദ്യ വളരെ പെട്ടെന്ന് നമുക്ക് കുണ്ഠിതങ്ങളില്ലാത്ത ലോകത്തിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഈ ലോകത്ത് സുഖദുഃഖങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, സാധ്യതയില്ല. സുഖദുഃഖങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ രണ്ടിനെയും ഒരുപോലെ കാണാവുന്ന ഒരു മനസ്ഥിതി ഉണ്ടാവുക എന്നുള്ളതാണ്. പല ചെറിയ കാര്യങ്ങളെയും നമ്മൾ തൃണവൽഗണിച്ചാൽ അതൊരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നും. മറിച്ച് അതിനെ വലിയ കാര്യമായിട്ട് കൊണ്ടു നടന്നാൽ അത് വലിയ പ്രശ്നമായിട്ട് തീരുകയും ചെയ്യും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ തന്നെ ഇത് കാണാൻ സാധിക്കും. ചെറിയൊരു വാക്ക് പറഞ്ഞു, അത് ക്ഷമിക്കാൻ സാധിച്ചാൽ, പക്ഷെ നമ്മൾ ക്ഷമിക്കില്ല. നമ്മളെന്ത് പറയും? എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അതൊന്നും എനിക്ക് പൊറുക്കാൻ പറ്റുന്നതല്ല. ഒന്ന് പൊറുത്തു നോക്കൂ. അപ്പൊ ത്യാഗത്തിന്റെ മഹിമ അത് വളരെ വലുതാണെന്നാണ്. ചില ആളുകളൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആളോട് മിണ്ടണില്ല. എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭാഗവതമൊക്കെ എല്ലാ സപ്താഹത്തിനും പോയി കേൾക്കുന്ന ആളാണ്, പക്ഷെ അപ്പുറത്തെ വീട്ടുകാരോട് മിണ്ടില്ല. അതെന്താ? എനിക്ക് ആത്മാഭിമാനം ഉണ്ടെന്നാണ്. ആത്മാഭിമാനമല്ല അവിടെ ഉള്ളത്, അവിടെ ദേഹാഭിമാനം. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ മുത്തച്ഛനെ, അവിടെയുള്ള ആളുടെ മുത്തച്ഛൻ പണ്ട് ചീത്ത പറഞ്ഞു, അതാണ് കാരണം. അത് കാലങ്ങൾ കഴിഞ്ഞു, മുത്തച്ഛൻ മരിച്ചുപോയി, അച്ഛനും മരിച്ചുപോയി, എന്നിട്ടും ഇപ്പോഴും നമ്മള് ആ വൈരം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുക. ഇനിയൊന്നും വേണ്ട എന്നാണ്. നിർമ്മത്സരന്മാരായിട്ടുള്ള ആളുകൾക്കാണ് ഭാഗവതം കിട്ടുക. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരണം. അപ്പൊ ജീവിതം വളരെ ധന്യമാവും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ ശാന്തമായിരിക്കും. അവിടെ സംശയങ്ങളുടെ ചുഴികളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഭാഗവതം നമ്മൾക്ക് കേവലം കുറേ കഥകൾ മാത്രമല്ല, ആ കഥകൾക്കിടയിൽ പല പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കർദമന്റെയും ദേവഹൂതയുടെയും വിവാഹ രംഗങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് വർണ്ണിച്ചേക്കണത്. ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച കർദമ പ്രജാപതിയുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം എനിക്കറിയാം, വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതൽ, ഞാൻ അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഭഗവാൻ ഇതൊക്കെ ചെയ്യാൻ വല്ല സമയവും വേണം, ഭഗവാന്റെ സങ്കല്പത്തിൽ ഇതൊക്കെ നടക്കും. അപ്പൊ അങ്ങ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും എന്നെ കണ്ടാൽ ചോദിക്കേണ്ടത് ആ സായുജ്യമാണെന്നും അങ്ങക്ക് അറിയാതെയല്ല, എങ്കിലും അങ്ങ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ അച്ഛനോടുള്ള, ബ്രഹ്മാവിനോടുള്ള കടമ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എനിക്കറിയാം. ഇത് കേട്ടപ്പോ ആ കർദമ പ്രജാപതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കർദമൻ പറഞ്ഞു,
ഭഗവാനെ ഇതൊന്നും എൻ്റെ നൈപുണ്യമല്ല, അങ്ങനെ തോന്നാതിരിക്കണേ എന്നാണ് പ്രാർത്ഥന. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടുന്ന പ്രാർത്ഥന അതാണ്. എന്താ? ഇതൊന്നും എൻ്റെ നൈപുണ്യമല്ല, എല്ലാം ഭഗവാന്റെ കാരുണ്യം. തൊണ്ടയിടറാതെ പ്രഭാഷണം നടത്താൻ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം. അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം. ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം. അല്ലാതെ എന്താ? നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും തോന്നുന്നുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ ഒരു ഇല മാറ്റിയിടാൻ പോലും പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. ഓരോ അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടായതാണ് അല്ലേ? കൊറോണ വന്ന സമയത്ത് എത്ര പണം ഉണ്ടായിട്ട് എന്താ കാര്യം? പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല, ഒരാളെ കാണാൻ നിവൃത്തിയില്ല. എന്തൊരവസ്ഥയായിരുന്നു. അപ്പൊ കുറച്ചു കാലത്തേക്ക് നമുക്ക് ആ കൊറോണ ഭഗവാന്റെ ഒരു കാരുണ്യമാണെന്നൊക്കെ തോന്നിയിരുന്നു, കുറച്ചു കാലത്തേക്ക്. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അഹങ്കാരം വന്നു. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള തോന്നലുകളൊക്കെ വന്നു. അപ്പൊ ഇവിടെ ഇത്രയും കാലം 10,000 വർഷം തപസ് ചെയ്തിട്ടും കർദമൻ എന്താ പറയണത്? എല്ലാം അവിടുത്തെ കാരുണ്യം മാത്രമാണ്, അടിയന്റെ നൈപുണ്യം ഒന്നുമില്ല. നമ്മളൊരു 12 ദിവസം കുളിച്ചു തൊഴുമ്പോഴേക്കും ഭഗവാൻ നമ്മളെ വേണ്ട പോലെ ഗൗനിക്കണില്ല പറഞ്ഞ് ഭഗവാനോട് പരിഭവം പറയാൻ തുടങ്ങും. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ ഈ ഫലശ്രുതിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് പറയും ഇടവെട്ടിയിൽ വന്ന് തൊഴുതാൽ കേമാണ്, അവിടെ മാത്രമാണ് ഭഗവാൻ. ചില ആളുകൾ പറയും ഇടവെട്ടിയിലല്ല ഭഗവാൻ ഇരിക്കുന്നത്, വേറൊരു സ്ഥലത്താണ്. സത്യത്തിൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. ആ ഭഗവാനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. നമ്മുടെ ഹൃദയം ഒരു കണ്ണാടിയാണെങ്കിൽ ആ കണ്ണാടിയിൽ ഭഗവാൻ തെളിയണമെങ്കിൽ ആ കണ്ണാടി ശുദ്ധമാക്കി വെക്കണം. കണ്ണാടിയിൽ മാലിന്യം വന്ന എന്തായി? നമ്മുടെ മുഖം വളരെ നല്ലതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു ഭംഗിയില്ല. കാരണം എന്താ? കണ്ണാടിയിൽ അഴുക്കുണ്ട്. ഒരു കൂട്ടര് വീട്ടിൽ താമസിക്കുന്ന സമയത്ത് തൊട്ട അപ്പുറത്തെ വീട്ടില് പുതിയ താമസക്കാർ വന്നപ്പോ ഈ ജനലയിലൂടെ ഈ ഇപ്പുറത്തെ വീട്ടിലെ സ്ത്രീ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഭർത്താവിനോട് പറയും പുതിയ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഭർത്താവ് പറഞ്ഞു ആ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ് ആ സ്ത്രീക്ക് വസ്ത്രങ്ങളൊന്നും വേണ്ട പോലെ തിരുമ്പാനൊന്നും അറിയില്ല, എല്ലാത്തിലും കറ പിടിച്ചിരിക്കുകയാണ്. നോക്കൂ, ചിലപ്പോ പണമില്ലാത്ത കാരനായിരിക്കും, വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കാരനായിരിക്കും എന്നൊക്കെ ഈ സ്ത്രീ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു ദാ അവളിപ്പോ തിരുമ്പാനൊക്കെ നല്ലോണം പഠിച്ചുന്നുണ്ട്, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളാണ് ഇപ്പൊ കാണുന്നത്. ഇത് പറഞ്ഞപ്പോ ഭർത്താവ് തിരിച്ചെന്ത് പറഞ്ഞു? അവൾ അന്നും ഇന്നും വൃത്തിയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ധരിച്ചിരുന്നതും അവൾ ഉപയോഗിക്കുന്ന, നമ്മൾ പറഞ്ഞല്ലോ സോപ്പ് പൊടി മോശാവും എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നല്ലത് തന്നെയായിരുന്നു. പക്ഷെ എവിടെയായിരുന്നു കുഴപ്പം? നമ്മുടെ ജനാലയുടെ ചില്ലിനായിരുന്നു കുഴപ്പം. ചില്ലില് മാലിന്യം പിടിച്ചു കിടക്കുകയാണ്, അത് മനസ്സിലാവണില്ല. നമ്മുടെ ദോഷങ്ങളെ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ദോഷങ്ങളെ നമ്മൾ പർവ്വതവൽക്കരിക്കുന്നു. അതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്നുള്ളത് കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആലോചിക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം. അഹങ്കാരമാകുന്ന ആ വലിയ മാറാല നമ്മുടെ ഉള്ളിൽ വന്ന് പിടിച്ചേക്കണം. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് തട്ടിക്കളയണം, എങ്കിലേ ആ മാറാല മാറി അവിടെ മാധവൻ മിന്നിത്തിളങ്ങുന്നത് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ, വൃത്തിയുള്ള പാത്രത്തിലെ ഭഗവാൻ ഭിക്ഷ തരും. അങ്ങനെ ആ കർദമ പ്രജാപതി ഭഗവാനെ ഭജിച്ചു. ഭഗവാൻ പറഞ്ഞു അങ്ങയ്ക്ക് യോഗ്യയായിരിക്കുന്ന ഏറ്റവും യോജിച്ച ഒരു പെൺകുട്ടി മറ്റന്നാൾ അങ്ങയുടെ ആശ്രമത്തിലേക്ക് എത്തും, അവളെ വിവാഹം ചെയ്തോളൂ. അവളിൽ 9 പുത്രിമാരുണ്ടാവും അങ്ങയ്ക്ക്. സഹാഹം സ്വാംശകലയാ തുദ്വീര്യേണ മഹാമുനെ തവക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യെ തത്വസംഹിത. 10ാമതനായി ഞാൻ തന്നെ എൻ്റെ അംശമായി അങ്ങയുടെ പുത്രഭാവത്തിൽ അവതരിക്കും. ദേവഹൂതി എന്ന മനുപുത്രി അങ്ങയുടെ ഭാര്യയായിട്ട് തീരും. ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ വീണു എന്നാണ് അവിടെ. ന്യപതൻ അശ്രുബിന്ദവ, കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണീർ തുള്ളികൾ ആ പ്രദേശത്തെ ബിന്ദുസരസ് എന്ന പേരിൽ പ്രസിദ്ധമാക്കി. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം സരസ്വതി നദിയിലെ ബിന്ദുസരസ് എന്നുള്ള ഭാഗം.
അവിടെ ആശ്രമത്തിൽ കർദമൻ ഇരിക്കണു. താൻ 10,000 വർഷം തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. മറ്റന്നാൾ തൻ്റെ ഭാര്യയാവേണ്ടവൾ വരും. സാധാരണ ആളുകളൊക്കെ ഇപ്പം എന്താ ചെയ്യുക? ഇനി മറ്റന്നാൾ വരാൻ പോകുന്ന ഭാര്യയെക്കുറിച്ച് ആലോചിക്കും. കർദമൻ ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവിടെ തപസ് ചെയ്തു. ഒട്ടും ഒരു മാറ്റവും വന്നില്ല എന്ന്. അങ്ങനെ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സ്വയംഭൂ ബ്രഹ്മാവിന്റെ പുത്രൻ സ്വയംഭുവൻ മനു. ആ മനു തൻ്റെ പത്നിയായ ശതരൂപയോടുകൂടി പുത്രിയായ ദേവഹൂതിയോടുകൂടി ഈ ആശ്രമത്തിലേക്ക് വന്നു. മഹർഷി സ്വീകരിച്ചിരുത്തി. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? എന്തായാലും പറയൂ. അപ്പൊ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നവരെ അങ്ങനെ വേണം സ്വീകരിക്കാൻ. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണം. എന്നിട്ട് അവരെ അവിടെ ഇരുത്തുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്നിട്ട് എന്താണ് ആഗമനോദ്ദേശം എന്ന് ചോദിക്കാൻ പാടുള്ളൂ. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും എന്താ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇന്ന കാര്യം. ശരി, ഞാൻ ഏറ്റു, വേഗം വിട്ടോളാൻ പറയും. കാരണം കാലം അങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരെയും അകത്തേക്ക് കയറ്റിയിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ ഇദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പ്രിയവ്രതൻ്റെയും ഉത്താനപാദൻ്റെയും സഹോദരിയും ഞങ്ങളുടെ മകളുമായ ദേവഹൂതി ഭർത്താവിനെ ആഗ്രഹിക്കുന്നു, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങ് വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ വിവാഹം ചെയ്താൽ വലിയ സന്തോഷം. ഒരിക്കലും താൻ ഈ ലോകത്തിൻ്റെ ചക്രവർത്തിയാണ്, മനു ആണ് എന്നുള്ള അഹങ്കാരം ലവലേശം കാണിക്കാതെ അങ്ങക്ക് അതിന് സാധിക്കുമെങ്കിൽ എൻ്റെ മകളെ വിവാഹം ചെയ്യും. ഇത് കേട്ടപ്പോൾ കർദമൻ പറഞ്ഞു, തീർച്ചയായും അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. അങ്ങയുടെ മകളുടെ സൗന്ദര്യത്തെക്കുറിച്ചും സൗശീല്യത്തെക്കുറിച്ചും ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പണ്ട് വിശ്വാവസു എന്ന ആ ഗന്ധർവൻ അങ്ങയുടെ മകളെ കണ്ട്, അങ്ങയുടെ മകൾ ആ ഹർമ്യപൃഷ്ഠെ മുകളിൽ മാളിക മുകളിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ട് ആ വിമാനത്തോടുകൂടി താഴേക്ക് വീണു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സമ്മോഹ വിമൂഢ ചേത. അപ്പൊ അതുകൊണ്ട് അവളെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു നിബന്ധനയോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ. മനു ചോദിച്ചു, എന്താണാവോ? ഞാൻ ഈ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത് ഈ ഭോഗത്തിന് വേണ്ടിയല്ല, മറിച്ച് ഞാൻ എന്തിനു വേണ്ടിയാണ്? പുത്രോത്പാദനം ചെയ്ത് ഈ വംശം നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പൊ ഒരു ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഉപേക്ഷിക്കും. പിന്നെ എനിക്ക് ഗാർഹസ്ഥ്യ ജീവിതമില്ല, ദാമ്പത്യമില്ല. ഞാൻ നേരെ കാട്ടിലേക്ക് പോവും. ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തണം എന്നാണ് എൻ്റെ മോഹം. ആ സമയത്ത് എന്നെ തടയരുത്. ഭാഗവതം മറ്റൊന്നുകൂടി നമുക്ക് പറഞ്ഞു തരുന്നു. വിവാഹത്തിന് മുമ്പേ നമ്മുടെയും അവരുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്താവും, ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. വിവാഹം നടക്കാൻ വേണ്ടി ഒരു നുണയും പറയണ്ട. കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിക്കുക വേണ്ടതുപോലെ. ഇവിടെ പറഞ്ഞു ഉറപ്പിക്കണത് സ്ത്രീധനത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിന് നല്ല ഉറപ്പാണ്. അപ്പം ഇങ്ങനെ വേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവഹൂതി പറഞ്ഞു, ഇദ്ദേഹത്തെ തന്നെയാണ് വിവാഹം ചെയ്യേണ്ടത്. ദേവനെ ആഹ്വാനം ചെയ്തവൾ, ദേവനെ തന്നിലേക്ക് സ്വീകരിക്കാൻ കഴിവുള്ളവളാണ് ആ പെൺകുട്ടി. ഭഗവാൻ പുത്രഭാവത്തിൽ അവതരിക്കാൻ പോവുകയാണ്. എന്തോ ഒരു ഉൾവിളി പോലെ ഈ ആത്മീയ ചൈതന്യത്തെ തന്നെയാണ് താൻ സ്വീകരിക്കേണ്ടത്. ഇദ്ദേഹത്തിൽ നിന്നും ഒരു പുത്രനുണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ ദേവഹൂതി സമ്മതിച്ചു. വിവാഹം നടന്നു. സ്വയംഭുവനു പത്നിയോടുകൂടി തൻ്റെ ആ തലസ്ഥാനമായ ബർഹിഷ്മതിയിലേക്ക് യാത്ര പോയി, തിരിച്ചുപോയി. എന്താണ് ബർഹിഷ്മതി? ബർഹിസ്സുകൾ എവിടെയാണോ വീണത്, സാക്ഷാൽ വരാഹമൂർത്തിയുടെ രോമങ്ങൾ തെറിച്ചു വീണ സ്ഥലത്ത്, ന്യപതന്യത്ര രോമാണി യജ്ഞസ്യാംഗം വിധുന്വത, അതാണ് ബർഹിഷ്മതി. സർവസമ്പൽ സമന്വിത, എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ബർഹിഷ്മതി. അതിനെ ഉപേക്ഷിച്ചിട്ടാണ് ഭൗതികമായ ഒരു സുഖ സൗകര്യങ്ങളുമില്ലാത്ത കേവലം ആശ്രമത്തിൻ്റെ സ്വാഭാവികമായ സൗകര്യങ്ങൾ മാത്രമുള്ളിടത്തേക്ക് ദേവഹൂതി മാറിയത്. പക്ഷേ ദേവഹൂതി വളരെ സന്തോഷപൂർവം തൻ്റെ ഭർത്താവിനെ പരിചരിച്ചു. ഏതുപോലെ? പതിമിംഗിത ഗോവിത, തൻ്റെ ഭർത്താവിൻ്റെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആരെ പോലെ? ഭവാനീവ ഭവം പ്രഭു. സാക്ഷാൽ മഹാദേവനെ എങ്ങനെയാണോ പാർവതി ദേവി പരിചരിക്കുന്നത് അതേപോലെ പരിചരിച്ചു.
അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് ദിവസങ്ങൾ മുന്നോട്ട് പോണു. കർദമ പ്രജാപതി തപസ് ചെയ്തുകൊണ്ടേയിരിക്കണു. ആ തപസ്സിന് വേണ്ട സൗകര്യങ്ങൾ, സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദേവഹൂതി ഒരിക്കലും ഒരു ഭൗതിക സുഖത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. കർദമൻ ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ദേവഹൂതിയും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കർദമന് തോന്നി, ഈ ദേവഹൂതിക്കും മോഹങ്ങളുണ്ടാവില്ലേ, എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണം എങ്കിൽ അതിന് പാകത്തിന് അതിമനോഹരമായിട്ടുള്ളൊരു വിമാനം അവിടെ എത്തിച്ചു. വിമാനം കാമകം. കാമകം എന്ന് പറഞ്ഞാൽ കാമമനുസരിച്ച് ഗമിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ആഗ്രഹമനുസരിച്ച്. ഇപ്പം ഈ കാലത്തൊക്കെ ചില കാറുകളൊക്കെ ഉണ്ട്, കാറിൽ കയറി അതിൽ മാപ്പ് ഓൺ ചെയ്തിട്ട് ഇന്നേക്കിലേക്ക് പോകാൻ പറഞ്ഞാൽ മതി, അത് അവിടെ കൊണ്ട് നിർത്തുന്നതാണ്. നമ്മുടെ നാട്ടിലൊന്നും അത്ര സജീവമായിട്ടില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അത്ര അങ്ങനെ. അപ്പൊ ഇതേപോലെ ഒരു വിമാനം, ഉപര്യുപരി വിന്യസ്തം, നിരവധി നിലകളോടുകൂടിയ സർവകാല സുഖാവഹം, എല്ലാ കാലത്തും സുഖം നൽകുന്ന അതിമനോഹരമായിട്ടുള്ള വിമാനം. ഇത് കണ്ടിട്ടും ദേവഹൂതിക്ക് സന്തോഷമില്ല. അപ്പൊ കർദമന് കാര്യം മനസ്സിലായി. കാരണം തന്നെ പരിചരിച്ച് ദേവഹൂതിയുടെ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചിരിക്കണം. ആത്മീയമായ ആരോഗ്യമുണ്ട്, ഭൗതികമായ ലൗകികമായ ആരോഗ്യമില്ല. ദേഹമൊക്കെ ആകെ ശോഷിച്ചിരിക്കണം. അപ്പോ ഇതിന് എന്തു വേണം? തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ദാ ഈ ബിന്ദു സരസില് സ്നാനം ചെയ്തു വരൂ എന്ന് പറയും. ഭഗവാന്റെ കണ്ണീർത്തുള്ളികൾ വീണ ആ ബിന്ദു സരസിലേക്ക് ഇറങ്ങി മുങ്ങിയതും അതിസുന്ദരിയായി സർവാവയവ സമ്പന്നയായ യുവതിയായി മാറി ദേവഹൂതി. തൻ്റെ ഭർത്താവിനെ ഈശ്വരതുല്യം പരിചരിച്ച ദേവഹൂതിക്ക് ആ ദേവതുല്യം തൻ്റെ ഭർത്താവിനെ വേണ്ട പോലെ ശുശ്രൂഷിച്ചു എന്നുള്ളത് കൊണ്ട് ദേവസുന്ദരികൾ ആ ദേവഹൂതിയെ ശുശ്രൂഷിക്കാനെത്തി. എത്ര പേരാ വന്നത്? ശതാനി ദശകന്യക, 1000 ദേവസുന്ദരികള്. അവരൊക്കെ ഉൽപ്പലഗന്ധയാ, താമരപ്പൂവിൻ്റെ ഗന്ധമുള്ളവരാണത്രേ. നമ്മളൊക്കെ പല ഗന്ധങ്ങളും അടിച്ചു കയറ്റാറുണ്ട് അല്ലേ? താമരപ്പൂ വേണോ, മുല്ലപ്പൂ വേണോ, ചന്ദനം വേണോ എന്നൊക്കെ. ഇത് അങ്ങനെയല്ല, ഇത് ജന്മന ആ ഗന്ധമുള്ളവരാണ്. അതിസുന്ദരികളായിട്ടുള്ള അവർ വന്ന് വേണ്ട പോലെ കുളിപ്പിച്ചു. അതേപോലെ തന്നെ വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ചു. അന്നം സർവഗുണോപേതം പാനം ചൈവാമൃതാസവം, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് കൊടുത്തു. അങ്ങനെ അതിസുന്ദരിയായി ദേവഹൂതി നിൽക്കും. കർദമനും പെട്ടെന്ന് തന്നെ തൻ്റെ യോഗശക്തി കൊണ്ട് സാക്ഷാൽ മന്മഥ ഭഗവാനെ കുറിച്ച് പറയുന്നത് പോലെ ഭഗവാന്റെ ഭക്തനും അതിസുന്ദരനായി മാറി. രണ്ടുപേരും കയ്യും പിടിച്ച് വിമാനത്തിലേക്ക് കയറി. ഒപ്പം ദേവസുന്ദരികളും കയറി. വിമാനം മുകളിലേക്ക് ഉയർന്നു. എവിടേക്കാണ് അവർ പോണത്? അവർ നമ്മളൊക്കെ സാധാരണ ഉദ്യാന നഗരങ്ങളിലേക്കൊക്കെ പോവും. ഊട്ടിയിലേക്ക് പോവുക, കൊടൈക്കനാൽ പോവുക, കുളു, മണാലി അല്ലേ? ഇപ്പൊ കാശ്മീര്, എല്ലാവരും കാശ്മീരിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോവുക എന്നുള്ളത് ഒരു രീതിയാണ്. അപ്പോൾ കുറേയും കൂടി പണമുള്ള ആളുകളോ അവർ വിദേശത്തേക്ക് പോകും, കുറച്ചുകൂടി അപ്പുറത്തേക്ക്. ഇവിടെ എല്ലാം ഈശ്വര കാരുണ്യം കൊണ്ട് ലഭിച്ചിട്ടുള്ള കർദമ പ്രജാപതി പോയത് ദേവോദ്യാനങ്ങളിലേക്കാണ്. ഇവിടെയൊന്നുമല്ല. വൈശ്രംഭകം, സുരസനം, നന്ദനം, പുഷ്പഭദ്രകം, ചൈത്രരഥ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാനസ സരസിലൊക്കെ മുങ്ങിക്കുളിച്ച് അങ്ങനെ യാത്ര ചെയ്തു. ഈ യാത്രയിൽ ഭാഗവതം ഒരു അത്ഭുതകരമായൊരു കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദേവഹൂതിയിലൂടെ, കർദമന്റെ വാക്കിലൂടെ. കർദമൻ പറയുകയാണ്, ദേവഹൂതി ദാ കീഴ്പ്പെട്ടു നോക്കൂ പറഞ്ഞു വിമാനത്തിലിരുന്നു. ദേവഹൂതി പറഞ്ഞു, ദാ ഇവിടെ ഒരു പന്ത് കാണാണ്ടല്ലോ പറഞ്ഞു. അത് പന്തല്ല, അത് നമ്മൾ താമസിച്ച സ്ഥലമാണ്, ഭൂമിയാണ്. പ്രേക്ഷയിത്വ ഭുവോ ഗോളം, ഭൂമി ഉരുണ്ടതാണ് എന്ന് എത്രയോ കാലം മുമ്പ് തന്നെ നമ്മൾ കണ്ടെത്തിയിരുന്നു എന്ന് ചുരുക്കം. അങ്ങനെ ഇവർ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ദേവഹൂതി 9 പുത്രിമാർക്ക് ജന്മം കൊടുത്തു. അങ്ങനെ കർദമൻ വിചാരിച്ചു, 9 കുട്ടികളായില്ലേ, ഇനി അവരുടെ പുത്രന്മാര്, അവർക്കുണ്ടാകുന്ന കുട്ടികൾ, അപ്പോ വംശവർദ്ധനവായി. അച്ഛനോട് പറഞ്ഞ വാക്ക് സത്യമായി. ഇനി എന്ത് ചെയ്യാം, കാട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച സമയത്ത് ദേവഹൂതി പറഞ്ഞു, അങ്ങ് പോകാൻ വരട്ടെ. കാരണം അങ്ങ് ഇപ്പോ 9 പുത്രിമാരുണ്ടായി, ഇവരുടെ വിവാഹവും കഴിഞ്ഞിട്ടില്ല. ഈ 9 പുത്രിമാരെയും കൂടി ഞാൻ എങ്ങനെ ഇവിടെ കൊണ്ടു നടക്കും? അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ,
അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എനിക്കൊരു പുത്രഭാഗ്യം കൂടി തരണേ എന്ന് പറഞ്ഞു. അപ്പൊ കർദമന് ഓർമ്മ വന്നു, ഭഗവാൻ പറഞ്ഞത് സഹാഹം സ്വാംശകലയാ, എൻ്റെ അംശമായി അങ്ങയുടെ പുത്രഭാവത്തിൽ പിറക്കും എന്ന് പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ആ ഭഗവാനെ കാത്തിങ്ങനെ ഇരിക്കണു. ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും പുത്രഭാവത്തിൽ ഭഗവാൻ അവതരിച്ചു. എല്ലാവരും ആ സാധാരണ ഭഗവാന്റെ അവതാരത്തിലൊക്കെ കാണുന്നത് പോലെ എല്ലാവരും പുഷ്പവൃഷ്ടി ഉണ്ടായി, ദേവന്മാരുടെ നൃത്തങ്ങളുണ്ടായി, ദുന്ദുഭിരാദ്യങ്ങളൊക്കെ മുഴങ്ങി, അങ്ങനെ എല്ലായിടത്തും ആനന്ദം. ഈ സമയത്ത് ബ്രഹ്മാവ് വന്ന് ഭഗവാനെ സ്തുതിച്ചു. അതിനുശേഷം ഇവിടെ പറയുകയാണ് കർദമന്റെ അടുത്ത്, കർദമ ഒരു കാര്യം ചെയ്തോളൂ, അങ്ങക്ക് 9 പെൺകുട്ടികളല്ലേ, എൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ 9 പ്രജാപതിമാർക്ക് അങ്ങയുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് അവിടുന്ന് യാത്രയായി. ആ കർദമൻ തൻ്റെ ഈ 9 പെൺകുട്ടികളെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, അഥർവാവ് എന്നിവർക്ക് വിവാഹം ചെയ്തു. കല, അനസൂയ, അതേപോലെ ശ്രദ്ധ, ഹവിർഭു, അതേപോലെ ഗതി, ക്രിയ, ഖ്യാതി, അരുന്ധതി, ശാന്തി എന്നിവരെ വിവാഹം ചെയ്തു കൊടുത്തു. എല്ലാവരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി. കർദമൻ ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. അവിടുന്ന് പുത്രഭാവത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി മറ്റൊരു ആവശ്യമില്ല. ജീവിതത്തിൽ ഇനി ഒരു തപസ്സിൻ്റെ ഒന്നും ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നണില്ല. പക്ഷേ ഞാൻ വനത്തിലേക്ക് പോകാൻ മോഹിക്കണു, എനിക്ക് അനുജ്ഞ തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും പൊക്കോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇതാ പറഞ്ഞയക്കണു. അദ്ദേഹം കാട്ടിൽ പോയി ഭഗവാനെ ഭജിച്ചു. അജിരേണ ഇച്ഛാദ്വേഷ വിഹീനേന സർവത്ര സമചേതസ, എല്ലാത്തിനെയും ഒന്നായി കണ്ടുകൊണ്ട് ഭഗവൽ ഭക്തിയുക്തേന, ഭഗവൽ ഭക്തിയോടുകൂടി പ്രാപ്ത ഭാഗവതീ ഗതി, ആ ഭഗവാന്റെ മാർഗത്തിലേക്ക് എത്തിച്ചേർന്നു, വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് 25 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഭഗവാൻ ദേവഹൂതിക്ക് നൽകിയ ഉപദേശമാണ് നമ്മൾ പാരായണത്തിലൂടെ കേട്ടത്. ദേവഹൂതി ഭഗവാന്റെ അടുത്തേക്ക് ഒരു ദിവസം ആ തൻ്റെ മകന്റെ രൂപത്തിൽ പുത്രഭാവത്തിലിരിക്കുന്ന ഈശ്വരതുല്യനായിരിക്കുന്ന കപിലവാസുദേവന്റെ അടുത്തേക്ക് വന്നു. കപിലവാസുദേവനോട് പറയുകയാണ്, ഉണ്ണി, അമ്മയ്ക്ക് വല്ലാത്ത വൈരാഗ്യം വന്നിരിക്കുന്നു. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയണ വൈരാഗ്യമല്ല, അത് വൈരമാണ്. വൈരാഗ്യം വിരക്തിയാണ്. അമ്മയ്ക്ക് വിരക്തി വന്നിരിക്കുന്നു. കാരണം ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി ഈ ഇന്ദ്രിയ ലാഭത്തിലൂടെ നേടുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു. അമ്മേ, ഈ നരകത്തിലേക്ക് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അമ്മ ചോദിച്ചു, അതെങ്ങനെയാ ഉണ്ണി, നരകത്തിലേക്ക് പോകേണ്ടി വരില്ലേ, നമ്മൾ പല പാപങ്ങളും ചെയ്യണില്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ പ്രവർത്തികളെ മുഴുവൻ ഭഗവത്പരമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ പോകേണ്ടി വരില്ല. മനസ്സ് ഭഗവാനുമായി ചേർന്നാൽ സ്വർഗം, സുഖം, ആനന്ദം. മനസ്സ് വിഷയങ്ങളുമായി ചേർന്നാൽ ദുഃഖം, സന്താപം, അങ്ങനെയുള്ള ദുരിതങ്ങൾ. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. മനസ്സിനെ നിയന്ത്രിക്കാൻ എന്താ വേണ്ടത്? അത് ഭഗവത് കഥകൾ കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഭക്തിയോടുകൂടി കേൾക്കുക. മറ്റ് പ്രവർത്തികളിൽ നിന്നൊക്കെ വിമുഖരായി ഭഗവാനെ മാത്രം വിചാരിച്ച് ഭഗവത് കഥകൾ കേൾക്കണം. അങ്ങനെ വരുമ്പോൾ കുറേ കേൾക്കുമ്പോൾ മനസ്സിൽ ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും. ഈ കഥ കേൾക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ ശീലമാണ് നമ്മളെ ഓരോന്നിലും അടിമപ്പെടുത്തുന്നത്. സിനിമ കണ്ടുകൊണ്ടേയിരിക്കുന്ന ആൾക്ക് സിനിമ കാണാണ്ട് വയ്യ, ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്ക് ക്രിക്കറ്റ് കളി കാണാതെ വയ്യ, മൊബൈൽ നോക്കുന്ന ആൾക്ക് മൊബൈൽ നോക്കാതെ വയ്യ. ഇതേപോലെ തന്നെ ഇത് ഭൗതികമായ ഒരു ഭാവമാണെങ്കിൽ ആത്മീയതയിലേക്ക് ഭഗവത് സംബന്ധിയായതിനെ എപ്പോഴും ഹൃദയത്തിൽ സ്മരിക്കാൻ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. നാമം ജപിക്കുക എന്നുള്ളത് നമ്മൾ ശ്വാസം വലിക്കുന്നത് പോലെ അതേപോലെ ആയിട്ട് തീരും.
നമ്മൾ ശ്വാസം വലിക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? അതിനെന്തെങ്കിലും ഒരു തടസ്സം വന്നാലേ നമ്മൾ അറിയുള്ളൂ. അല്ലെങ്കിൽ കാലത്ത് എഴുന്നേൽക്കണു, ഞാൻ ഒന്ന് നോക്കണോ ശ്വാസം പോകണ്ടോന്ന്, വേണ്ട, അത് സ്വാഭാവികമായിട്ട് നടക്കും. ഇതേപോലെ നാമം നാവിൽ നിന്ന് വിട്ടുപോവാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇതിനെയാണ് ആ പരമമായ ഭക്തി എന്ന് പറയുന്നത്. മത്സ്യത്തെയൊക്കെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലേക്ക് ഇട്ടാൽ അതിനൊരു പിടപ്പുണ്ട്. ഇതേപോലെ ഒരു പിടച്ചിൽ, ഒരു തിരച്ചിൽ ഭഗവാന്റെ കാര്യങ്ങളിൽ ഉണ്ടാവണം. മറ്റു പലതും ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ന രൂപത്തിൽ ഭാഗവതത്തെയോ ഭഗവാനെയോ കാണരുത്. പരിപൂർണമായ ഭക്തി, പരിപൂർണമായ സമർപ്പണം ഉണ്ടാവണം. അങ്ങനെ വന്നാൽ ഈ ഭക്തി മോക്ഷത്തിനേക്കാൾ എത്രയോ മുകളിലാണ് എന്ന് കപിലവാസുദേവൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താണ് സാഖ്യയോഗം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, സത്യത്തിൽ 2 എന്നുള്ള ചിന്തയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. എന്നാൽ ഒന്നേയുള്ളൂ എന്ന ആത്മസ്വരൂപമായ ജീവചൈതന്യം ശാശ്വതമാണെന്നും ഈ ദേഹം ജഡമാണെന്നും ഈ ശരീരത്തിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചൈതന്യമുള്ളത് എന്നും തിരിച്ചറിയുക എന്നാണ്. അപ്പൊ ഈ ചൈതന്യം കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കണു. ഇത് മനസ്സിലാക്കണം. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല ഈശ്വരൻ, മറിച്ച് കണ്ണിന് കാണാൻ സാധിപ്പിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. ഇത് കേവലമായ ഭക്തി കൊണ്ടേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോ എന്താണ് ജ്ഞാനയോഗം എന്നായി അടുത്ത ചോദ്യം. അപ്പൊ പറഞ്ഞു, സത്യത്തിൽ നമ്മൾ നേരത്തെ ആ വിതുര മൈത്രേയ സംവാദത്തിന്റെ തുടക്കത്തിൽ അത് പറഞ്ഞു. ഈ ജീവൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഈശ്വരന്റെ സ്വരൂപമാണ് നമ്മളൊക്കെ. അത് കേവലം വെറുതെ കേമത്വത്തിന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ള വാക്ക് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞ് മേനി നടിക്കാനല്ല, എന്നിൽ ചൈതന്യമായി നിൽക്കുന്നത് ഈശ്വരനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ പറയുകയാണ്, ജീവന് സംസാര ദുഃഖം എന്നൊന്നില്ല. പക്ഷേ ജീവൻ ഈ ദേഹവും ഇന്ദ്രിയങ്ങളൊക്കെ താനാണെന്ന് വിചാരിക്കണം. അപ്പൊ ദേഹത്തിനുണ്ടാകുന്നതൊക്കെ തൻ്റെ ദുഃഖങ്ങളായിട്ട് കണക്കാവും. സത്യത്തിൽ ദേഹമല്ല താൻ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? മനുഷ്യന് 3 തരത്തിലുള്ള അവസ്ഥയാണുള്ളത്. 1 ജാഗ്രത, ഉണർന്നിരിക്കുക. 2 സ്വപ്നം കാണുക. 3 സുഷുപ്തി. സപ്താഹത്തിന് വരുമ്പോൾ ഏതവസ്ഥയിലാണ് നമ്മൾ ഇരിക്കേണ്ടത്? ജാഗ്രത ആയിട്ടിരിക്കണം. പലപ്പോഴും നമുക്ക് ജാഗ്രത ആയിട്ടിരിക്കാൻ സാധിക്കില്ല. ജാഗ്രത ആയിട്ടിരിക്കുമ്പോഴേക്കും മനസ്സ് പല സ്വപ്നങ്ങളും കാണും, പലതിലേക്കും പോകും. അങ്ങനെ സ്വപ്നം കണ്ട് പതുക്കെ കണ്ണിങ്ങനെ അടയും. കണ്ണിങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങും. ഈ നിദ്രാദേവി കുംഭകർണം മരിച്ചതിന് ശേഷം ഇപ്പൊ സപ്താഹത്തിന്റെ അവിടെയാണ് അത്ര ഓടി നടക്കുന്നത്. ആരാണ് പറ്റിയ ആളുള്ളത്, ആരുടെ മേത്ത് കയറിയാലാണ് കുറച്ചു നേരം ഉറങ്ങാൻ പറ്റുക എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പൊ വളരെ ശ്രദ്ധിച്ചോളൂ, വിധവയായ നിദ്രാദേവി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇടയ്ക്ക് ഒന്ന് നീട്ടിരിക്കുക, ഒന്ന് നെലിഞ്ഞിരിക്കുക, ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക, കണ്ണൊക്കെ ഒന്ന് തുറക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ ഉറങ്ങിപ്പോകും. അപ്പൊ ഈ 3 അവസ്ഥകൾ. എന്നാൽ ഉറക്കത്തിൽ ഉറക്കം സുഖമായി എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ ഉറങ്ങിയെങ്കിൽ ഈ സുഖമായി എന്നത് അറിഞ്ഞത് ആരാണ്? അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയത് എന്താണ്? ഉറങ്ങിയത് എൻ്റെ ദേഹമാണ് എന്നാണ്. അതേപോലെ അപ്പൊ ഇവിടെ ഇപ്പൊ ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി പറയാനൊരു വഴിയായി, ഞാൻ സപ്താഹത്തിന് പോയിട്ട് ഉറങ്ങാറില്ല, ഞാൻ എപ്പോഴും ഉണർന്നിരിക്കും. പിന്നെ അപ്പൊ ആരാ ഉറങ്ങിയത്? എൻ്റെ ദേഹം ഉറങ്ങി. ഞാൻ തത്വമൊക്കെ പഠിച്ചു എന്ന് തോന്നും നമുക്ക്. അപ്പൊ നമ്മളിത് അറിയാത്തിടത്തോളം കാലം നമ്മൾ ദേഹം ഉറങ്ങിയാലും ഞാൻ ഉറങ്ങിയ പോലെ തന്നെയാണ്. കാരണം ദേഹത്തെ ഞാനെന്ന് കരുതുന്നു നമ്മൾ. അപ്പൊ ഇവിടെ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഈ രൂപം അനുഭവപ്പെടാൻ നിരന്തരം ഭഗവത് കഥകൾ കേൾക്കുകയും പാടുകയും വേണം. അല്ലാതെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാത്തിലും ഈശ്വരനെ കാണുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, സത്യം ബ്രഹ്മചര്യം ഇതിനൊക്കെ ശീലിക്കുക. എല്ലാത്തിനെയും ഈശ്വരനെ കാണാൻ പുറപ്പെട്ടൊരു ശിഷ്യന്റെ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു എല്ലാത്തിലും ഈശ്വരൻ ഉണ്ടെന്ന്. ശിഷ്യൻ അത് അതേപടി മനസ്സിൽ ചേർത്ത് വെക്കുകയും ചെയ്തു. എല്ലായിടത്തും ഈശ്വരൻ. അങ്ങനെ ഗുരുനാഥന്റെ അടുത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴാണ്
ഇതാ ഒരു ആന മതിച്ചും കൊണ്ടുവരുന്നു. ആന മതിച്ചും കൊണ്ടുവരുന്നു. ആനപ്പുറത്തൊരു പാപ്പാൻ ഇരിക്കുന്നുണ്ട്. പാപ്പാൻ ഉറക്ക വിളിച്ച് പറയുന്നുണ്ട്, ആന മതിച്ചാണ് പറയുന്നത്, മാറിക്കോളൂ. ശിഷ്യൻ ആലോചിച്ചു, ഇതാ വരുന്നു ഒരു ഈശ്വരൻ, ഞാൻ വേറൊരു ഈശ്വരൻ. ഒരു ഈശ്വരനെ കാണുമ്പോൾ വേറൊരു ഈശ്വരൻ മാറേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അങ്ങനെ അവിടെ തന്നെ നിന്നു. പിന്നെ നോക്കുമ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. ദേഹത്ത് മുഴുവൻ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കിടക്കുകയാണ്. മുഖത്തിന് മാത്രം വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. മിണ്ടാൻ വലിയ പ്രശ്നമില്ല. ഗുരുനാഥൻ അറിഞ്ഞു ശിഷ്യനെ ആന തട്ടി എന്ന് പറഞ്ഞു. ഗുരുനാഥൻ വന്നു. ഗുരുനാഥൻ വന്ന് ചോദിച്ചു, വേദനയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ വേദന സഹിക്കാം. പക്ഷേ ഗുരുനാഥൻ പറഞ്ഞ കളവ് അതുകൊണ്ടുണ്ടായ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റത്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നില്ല. ഈ ആനയിലെങ്കിലും ഈശ്വരനില്ല എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഗുരുനാഥൻ പറഞ്ഞു, ആനയിൽ ഈശ്വരനുണ്ട്, നിന്നിൽ ഈശ്വരനുണ്ട്, എന്നിൽ ഈശ്വരനുണ്ട്, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ ഈശ്വരനുണ്ട്, ഈ നഴ്സുമാരിൽ ഈശ്വരനുണ്ട്, എല്ലാത്തിലും ഈശ്വരനുണ്ട്. എന്നിട്ട് എന്താ ഒരു ഈശ്വരൻ എന്നെ തട്ടിയത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് പറഞ്ഞു തരുമ്പോൾ അത് വിവേകത്തോടു കൂടി അതിനെ ഉപയോഗിക്കാനും സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ അപകടം ഉണ്ടാവും. ഗുരുനാഥ മനസ്സിലായില്ല പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീയ് നിന്നിലെ ഈശ്വരനെ കണ്ടു, ആനയിലെ ഈശ്വരനെ കണ്ടു, എന്നിലെ ഈശ്വരനെ കണ്ടു, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ഈശ്വരൻ ഈ ആനയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഈശ്വരൻ പറഞ്ഞു നിന്നോട് മാറാൻ. പക്ഷെ ആ ഈശ്വരൻ പറഞ്ഞു നീ കേട്ടില്ല. പാപ്പാനിൽ നീ ഈശ്വരനെ കണ്ടില്ല. ആ പാപ്പാനെ നീ വെറും ഒരു പാപ്പാനായിട്ട് കണ്ടു. അതാണ് നിനക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞു എന്നാണ്. ഇതേപോലെ നമ്മളിതൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കൂടി ഇതിനെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ, സനാതന സംസ്കാരത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. എന്തിന് 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയുടെ ഏകദേശം 90% ഭഗവാന്റെ വാക്കുകളാണ്. അർജുനന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? നീ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് യദിച്ഛസി തഥാ ഗുരു. നീ എന്താണോ ആഗ്രഹിക്കുന്നത്, നിനക്ക് എന്താണോ മനസ്സിലായത്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ്. ഒരു നിർബന്ധങ്ങളുമില്ല. നിർബന്ധങ്ങൾ നമ്മുടെ സംസ്കാരത്തിലില്ല. അത് ചില മതങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം മതമല്ല സംസ്കാരമാണെന്ന് പറയുന്നത്. ഇവിടെ ഉദ്ഘാടന ദിവസത്തിലൊക്കെ അത് പറഞ്ഞു. ഒരു സംസ്കാരമാണ്. എത്രയോ കാലത്തെ ഋഷീശ്വരന്മാരുടെയും സജ്ജനങ്ങളുടെയും നിരന്തരമായ അവലോകനത്തിലൂടെ അവർ ആർജിച്ചെടുത്ത സത്യത്തെ പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അതിലെ പരമമായൊരു സത്യമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മൾ പഠിക്കുന്നത് അതേപോലെ പകർത്തിയാൽ അപകടമാവും. അത് അതിൻ്റെ കാലം ദേശം ഒക്കെ അനുസരിച്ചിട്ട് വേണം. കാലത്ത് എഴുന്നേറ്റാൽ കുളിക്കണം, നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാശ്മീരിലേക്ക് ടൂറ് പോയിട്ട് ആദ്യത്തെ ദിവസം തന്നെ പച്ചവെള്ളത്തിൽ അങ്ങോട്ട് കുളിച്ചാൽ അതോടുകൂടി സിദ്ധി കൂടും. ഓരോ സ്ഥലത്തിനും ഓരോ രീതികളുണ്ട്, ഓരോ നിയമങ്ങളുണ്ട്. ഇവിടെ വണ്ടി ഓടിക്കുന്ന പോലെയല്ല പുറമെ, അല്ലേ? ഗൾഫ് കൺട്രികളിലൊക്കെ പോയി വണ്ടി ഓടിച്ചാൽ അപകടമാവും. ഇവിടെയൊക്കെ ഇടത് ഭാഗം ചേർന്ന് പോകുമ്പോൾ അവിടെയൊക്കെ വലത് ഭാഗം ചേർന്ന് പോകണം. അങ്ങനെ ഇടത് ഭാഗം ചേർന്നേ ഞാൻ പോകുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അധികം വൈകാതെ വേറൊരു സ്ഥലത്തേക്ക് പോണ്ടി വരും. ഇങ്ങനെ അപ്പോ ഇവിടെ പറഞ്ഞു, ഈ ജ്ഞാനയോഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആകാശചന്ദ്രൻ ജലത്തിൽ കാണപ്പെടുന്നു. ജലം അനങ്ങുമ്പോൾ ചന്ദ്രന് ഇളക്കമുണ്ട് തോന്നുന്നു. സത്യത്തിൽ ചന്ദ്രന് ഇളക്കമില്ല. ഇതേപോലെ ദേഹത്തിനുണ്ടാകുന്നതൊക്കെ ആത്മാവിൻ്റെ ആണ് എന്ന് തോന്നുന്നു. അപ്പൊ പറയുകയാണ്, ആ ആത്മസ്വരൂപത്തെ അറിഞ്ഞ് ബന്ധം തീരാറാവണം. ബന്ധം തീരാന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകാന്നല്ല, മറിച്ച് ഇതൊക്കെ നശിക്കുന്നതാണ് എന്നൊരു ബോധത്തോടുകൂടി ഇതിനെ സമീപിക്കാം. പിന്നീട് പറഞ്ഞു ധ്യാനയോഗത്തെക്കുറിച്ച് പറഞ്ഞു. 8 അംഗങ്ങളോട് കൂടിയതാണ് ധ്യാനയോഗം. നമ്മളൊക്കെ ധ്യാനിക്കാറുണ്ടോ? ധ്യാനിക്കാറുണ്ട്. എങ്ങനെയാ ധ്യാനിക്കുക? കണ്ണടച്ച് കയ്യൊക്കെ നീട്ടി വെച്ചിങ്ങനിരിക്കും. അതുകൊണ്ട് ധ്യാനം നടക്കണുണ്ടോ? ആളുകൾക്ക് തോന്നും ധ്യാനിക്കുകയാണെന്ന്. പക്ഷെ നമ്മളോ, നമ്മുടെ ഉള്ളിൽ ഒന്നും വരുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. വരുന്ന ആളുകളൊക്കെ ഉണ്ടാവാട്ടോ. പക്ഷേ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അപ്പോഴാണ് 7ാമത്തെ പടിയാണ് ധ്യാനം. അതിനു മുമ്പ് കുറെ കാര്യങ്ങളുണ്ട്.
അഹിംസ, സത്യം, അസ്തേയം തുടങ്ങിയ യമം, അതേപോലെ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ, അത് കഴിഞ്ഞാൽ ആസനജയം നേടുക, ഒരു സുഖാസനം, നമുക്ക് ഏത് ആണോ ഇഷ്ടം അതിൽ പലതരത്തിലുള്ള യോഗാസന രീതികളൊക്കെ ഉണ്ട്. അതിൽ 3 മണിക്കൂറോളം നേരം അനങ്ങാതിരിക്കാൻ സാധിച്ചാൽ നമ്മൾ ആസനജയം നേടിയെന്നാണ്. അത് കഴിഞ്ഞാൽ ആസനജയം നേടിയാൽ പ്രാണായാമം ചെയ്യാം. ശ്വാസത്തെ വലിച്ച് അകത്തു വെച്ച് അതിനെ അവിടെ നിലനിർത്തി മെല്ലെ പുറത്തേക്ക് വിടുക. അതിന് പൂരകം, കുംഭകം, രേചകം എന്ന് പറയും. അങ്ങനെ പ്രാണായാമം കഴിഞ്ഞാൽ നാഡീശുദ്ധി വന്നാൽ പ്രത്യാഹാരം, പുറത്തേക്ക് ഒഴുകിയിരുന്ന മനസ്സിനെ അന്തർമുഖമാക്കാൻ ശ്രമിക്കുക. നമുക്ക് അടയ്ക്കാൻ കഴിയുന്നതൊക്കെ അടച്ചു വയ്ക്കുക, അല്ലെ? കണ്ണുകൾ അടയ്ക്കുക. ധ്യാനനിരതരായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണത് എങ്ങനെയാ? കണ്ണടച്ചു, അതേപോലെ നാവിനെ, ആ രസനേന്ദ്രിയത്തെ ഉള്ളിലാക്കി വളരെ ആ ചുണ്ട് മാത്രം മെല്ലെ അനങ്ങി ഭഗവാന്റെ നാമം ജപിക്കുക, അല്ലെങ്കിൽ സ്വരൂപ ധ്യാനം ചെയ്യുക. ഇങ്ങനെയാണ് രീതി. അങ്ങനെ പുറത്തേക്ക് ഒഴുകിയിരുന്ന ഇന്ദ്രിയങ്ങളൊക്കെ അകത്തേക്ക്, ഏതുപോലെ ഒരു ആമയെ പോലെ. ശത്രുക്കളെ കാണുമ്പോൾ ആമ എന്തു ചെയ്യും? തൻ്റെ പുറന്തോടിൻ്റെ ഉള്ളിലേക്ക് കൈകാലുകളൊക്കെ വലിച്ചു വയ്ക്കും. ഇതേപോലെ ഈ പലതരത്തിലുള്ള ശത്രുക്കൾ, അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ അടക്കുക, ഒതുക്കുക. അത് കഴിഞ്ഞാൽ ധ്യാനത്തിന്റെ ആദ്യത്തിൽ നമുക്ക് തോന്നും ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ പിന്നെ ധ്യാനിക്കുന്നു എന്നുള്ളതും അതിലും ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? ഭഗവാൻ മാത്രം. അങ്ങനെയുള്ള ആ താനും ഭഗവാനും ഒന്നാകുന്ന അവസ്ഥ, അതിന് സമാധി എന്ന് പറയുന്നു. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പൊ സമമായ ബുദ്ധി സമമായിരിക്കുന്ന അവസ്ഥയ്ക്ക് സമാധി. ഇപ്പോഴാണ് ഭഗവാനെ അറിയാൻ സാധിക്കുക. ഇതിന് ധ്യാനയോഗം എന്ന് പറയുന്നു. അപ്പൊ ഏത് രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കാനാണോ നമുക്കിഷ്ടം, ആ രൂപത്തിൽ ധ്യാനിച്ചോളൂ. ചില ആളുകൾക്ക് ശ്രീകൃഷ്ണനായിട്ട് കാണാനാണ് ഇഷ്ടം, അങ്ങനെ ആയിക്കോട്ടെ. മറ്റു ചില ആളുകൾക്ക് ഭഗവതിയായിട്ട്, ജഗദംബികയായിട്ട്, കാർത്യായനിയായി, കാളിയായി, ചണ്ഡികയായി ഒരു വിരോധമില്ല എന്നാണ്. പലതായി പറയപ്പെടുന്നത് ഒന്നാണ് എന്ന ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താ വ്യത്യാസം? ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവച്ചു, നമ്മൾ പറയും വെള്ളം എന്ന് പറയും. തമിഴിനോട് ഇത് വെള്ളമാണോ ചോദിച്ചാൽ പറയും അല്ല ഇത് തണ്ണിയാണെന്ന് പറയും. ഹിന്ദിക്കാരനോട് ചോദിച്ചാൽ അയാൾ പറയും ജലം ആണെന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിൽ പറയുന്നുവെങ്കിലും ആ വസ്തുവിന് വ്യത്യാസമില്ല എന്നുള്ളത് പോലെ ഭഗവാൻ ഒരിക്കലും വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്തിയോഗത്തെ ഒന്നുകൂടി വിസ്തരിച്ചു. ഭക്തിയോഗം പലതരത്തിലുണ്ട്. മറ്റുള്ളവർ നശിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഭക്തി, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഭഗവാന്റെ അടുത്ത് വന്ന് എന്താ പ്രാർത്ഥിക്കണത്? അപ്പുറത്തെ വീട്ടില് വേലായുധൻ സിദ്ധി കൂടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നും പ്രാർത്ഥിക്കാല്ലേ ഇയാൾക്ക്. അങ്ങനെ മറ്റുള്ളവരിൽ ദ്രോഹാചരണം നടത്തുന്ന ഭക്തി, അവർ പ്രാകൃത ഭക്തന്മാര്. അവനവന് ഗുണം ഉണ്ടാവണം, നല്ല വിദ്യാഭ്യാസം, വിവാഹം കഴിയണം, പണം ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്ന ഭക്തി രാജസഭക്തി. അതിന് മധ്യമഭക്തി എന്ന് പറയും. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താ? മോക്ഷം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഭക്തി, സാത്വിക ഭക്തി. അതിനും അപ്പുറത്തൊരു ഭക്തിയുണ്ട്, അതാണ് നിർഗുണ ഭക്തി. ന നാഗപൃഷ്ഠം, ന ച പാരമേഷ്ട്യം, ന സാർവഭൗമം, ന രസാധിപത്യം, ന യോഗസിദ്ധീരപുനർഭവം വാ. ഒന്നും വേണം എന്ന് ആഗ്രഹിക്കാതെ ഭഗവാനെ പ്രാർത്ഥിക്കുക. ആ ഭക്തിക്കാണ് നിർഗുണ ഭക്തി, നിഷ്കാമമായ ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തി ഉണ്ടാവാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ഭയം എന്നുള്ളത് വിട്ടുമാറില്ല. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഭയം. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഭയമാണ്. ഇന്നലെയെക്കുറിച്ച് ഭയം, നാളെയെക്കുറിച്ച് ഭയം, ഇന്നിനെക്കുറിച്ച് ഭയം. ഇനി എന്ത് സംഭവിക്കും? എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ് എന്നങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ലാതെയാവും. ഇന്ന് വൈകുന്നേരം നമ്മൾ ഭരതയോഗീശ്വരന്റെ കഥ അത് പാടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കപാലികന്മാര് ഇരുതലമൂർച്ചയുള്ള വാളുമായി തന്നെ വെട്ടിക്കൊല്ലാൻ വരുമ്പോൾ അക്ഷോഭ്യനായിരിക്കുന്ന, ഒരു തരത്തിലുള്ള ഭയവുമില്ലാതിരിക്കുന്ന ഭരതനെ കാണാം. കാരണം എന്താ? അവര് വെട്ടണമെങ്കിൽ ഭഗവാന്റെ സങ്കല്പം വേണം. ഞാൻ രക്ഷപ്പെടണമെങ്കിൽ അതും ഭഗവാന്റെ സങ്കല്പം വേണം. ഞാനിവിടെ ഇരുന്ന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല.
ഈ ഒരു ചിന്ത ഉണ്ടാവുകയാണ് വേണ്ടത്. അത് ഭക്തിയിലൂടെ ഉണ്ടാവുകയുള്ളൂ. ഇതിന് ഗംഗാനദി സമുദ്രത്തിലേക്ക് എന്നതുപോലെ ഭഗവൻ മഹിമകൾ കേൾക്കുമ്പോൾ തന്നെ ആ ഭഗവാങ്കലേക്ക് ഒഴുകി അവാച്യമായൊരു ആനന്ദം ഉണ്ടാവും. നദികൾക്ക് സമുദ്രത്തിൽ എത്തുന്നത് വരെ പേരുള്ളൂ, അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞ ഒരൊറ്റ സമുദ്രമാണ്. ഇതേപോലെ നാം ഭഗവാനിലേക്ക് ചേർന്നാൽ നമ്മളും ഭഗവാനായി മാറുന്നു എന്നാണ്. പിന്നീട് നരകങ്ങളെക്കുറിച്ച് പറഞ്ഞു. പാപം ചെയ്യുന്ന ആളുകൾ നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ നരകദുഃഖം അനുഭവിച്ച് അവസാനം പുണ്യപാപങ്ങൾ തുല്യമാകുന്ന സമയത്ത് ജീവൻ 7.5 കോടി ജന്മം വൃക്ഷലതാദികളായും പക്ഷിമൃഗാദികളായും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ചെറിയ ഉറുമ്പായിട്ടായിരിക്കും ജനിക്കലും അതിൻ്റെ മരണവും അപ്പം തന്നെ നടക്കും. ഇങ്ങനെ 7.5 കോടി ജന്മം കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു ജന്മം കിട്ടുന്നത്, ഈ മനുഷ്യജന്മം. എങ്ങനെയായി മനുഷ്യജന്മത്തെക്കുറിച്ച് പറയണത്? അവിടെ പറഞ്ഞു, ആ പുരുഷന്റെ രേതസ് സ്ത്രീയുടെ ആ അണ്ഡവുമായി ചേർന്ന് കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ഭുതം, വളരെ വിശദമായിട്ട് ജീവഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം കലലം എന്നറിയപ്പെടും, പിന്നെ 5 രാത്രി കൊണ്ട് ബുദ്ഭുതമാവും, 1 മാസത്തിൽ ശിരസ്സുണ്ടാവും, 2-ാം മാസത്തിൽ കൈകാലുകൾ ഉണ്ടാവും, 3-ാം മാസത്തിൽ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്കാനിങ് നടത്തും. ഭാഗവതം നോക്കൂ, എത്രയോ കാലം മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു 3-ാം മാസത്തിൽ സ്ത്രീ പുരുഷ ഭേദം, 4-ാം മാസത്തിൽ സപ്തധാതുക്കൾ, 5-ാമത്തെ മാസത്തിൽ വിശപ്പ് ദാഹം, 6-ാമത്തെ മാസത്തിൽ ജരായുവിനാൽ അവിടെ നമ്മളിതാ ആവരണം ചെയ്യപ്പെടും. അത് കഴിഞ്ഞാലോ അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ശകുന്ത ഇവ പഞ്ചര എന്നാണ് പറയുന്നത്. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെപ്പോലെ ഈ ജീവന് പുറത്തേക്ക് കടക്കാൻ സാധിക്കൂ. അവിടെ ഈ ജഠരാഗ്നിയുടെ ചൂടും പല കൃമികളുടെയും കടിയും അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എരിവും പുളിയും ഒക്കെ അനുഭവപ്പെട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവൻ ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ എന്നെ വേഗം പുറത്തേക്ക് വിടണേ എന്ന്. നമ്മുടെ ഒരു പ്രാർത്ഥന എങ്ങനെയാ? ജന്തുരുവാച, ജന്തു പറഞ്ഞു എന്നാണ്. ജന്തുവേ ആവണുള്ളൂ, പിന്നീടാണ് നമ്മൾ സംസ്കാരങ്ങളിലൂടെ മനുഷ്യനായി മാറുന്നത്. അപ്പൊ ഇവിടെ ആ ജന്തു ഇങ്ങനെ പ്രാർത്ഥിക്കും. അവസാനം 10-ാമത്തെ മാസത്തിൽ പ്രസൂതിമാരുതന്റെ ആ പ്രസവവായുവിന്റെ തള്ളലിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പിന്നെ ഇത് മുഴുവൻ മറന്നുപോകും. ഒരു തമാശ തന്നെ പറയാറുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ കുട്ടി എന്താ പറയുക? ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് കരയും. കരച്ചിലിന്റെ ശബ്ദം തന്നെ അങ്ങനെയാണ് അല്ലേ? പിന്നെയാണ് മറ്റു വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങുക. ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല, ഇനി പഴയ പോലെ ജീവിക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ചെയ്തതുപോലെ പാപങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കും. കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവാനെ മറക്കും. അത് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർമ്മ വരും. ചില ആളുകൾക്ക് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലനം ആ കുട്ടിയിലുണ്ടാവും. ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, 2 വയസ്സിലൊക്കെ ഗംഭീരമായിട്ട് പാട്ട് പാടുന്നു, നാമം ജപിക്കണു. ചില ആളുകൾ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യണു. ഇതൊക്കെ എങ്ങനെയാ? അവരുടെ ആ അച്ഛനമ്മമാര് ആ കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ ചെയ്ത പുണ്യം കൊണ്ടാണ്. അപ്പം ഇതേപോലെ അപ്പം ഗർഭമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളും അതേപോലെ അവരുടെ ഭർത്താക്കന്മാരൊക്കെ നല്ല കാര്യങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് നല്ലതുപോലെ ചെയ്യാം, നല്ലത് പറയുക, മോശമായിട്ടുള്ളൊരു വാക്ക് പോലും പുറത്തേക്ക് വരരുത്. ഇതൊക്കെ കുട്ടി അതിനകത്തിരുന്ന് അതിങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ പുറത്തു വന്നു. പിന്നെ വളരും തോറും അഹങ്കാരം കൂടും. യൗവനത്തിലേക്കൊക്കെ എത്തുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കുറേ കാലം കുരങ്ങന്മാരെ പോലെയുള്ള ജീവിതമാണ്. അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കില്ല, അങ്ങോട്ട് ചാട് ഓടിക്കളിക്കുക അല്ലേ? അങ്ങനെയാണ് കുട്ടിക്കാലത്തുള്ള കുറേ കാലം. അത് കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിയാൽ വേറൊരു മൃഗത്തിനെ പോലെയാണ്, കുതിരയെ പോലെയാണ്. എങ്ങടാണോ ഓടണതെന്ന് വെച്ചാൽ നിശ്ചല്യ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഒരു കെട്ടുവീഴും. പിന്നെ കഴുതയെ പോലെ ഭാരം ചുമന്നും കൊണ്ടുള്ള കുറേ കാലം. അത് കഴിഞ്ഞാലോ പിന്നെ ഏതുപോലെ ആ പുറത്തിങ്ങനെ കിടക്കുന്ന കാവൽ നായയെ പോലെ ഇങ്ങോട്ട് പോകാനൊന്നുമില്ല. കാലത്ത് AC ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും. കുറേ ദേഷ്യം വരും. അപ്പോൾ കിടക്കുന്ന ആൾക്ക് ദേഷ്യം വരും. അപ്പോൾ മക്കളുടെ അടുത്തൊക്കെ പറയുമ്പോൾ മക്കൾ പറയും കുരയ്ക്കാണ്ട് അവിടെ കിടന്നോളൂ എന്ന് പറയും.
അതും കേൾക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പതുക്കെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തും. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഭംഗിയില്ല. അകത്ത് കിടക്കുമ്പോൾ പിന്നെ കൂമൻ്റെ ജന്മാണത്രേ. ഒരു മൂളക്കം മാത്രമേ ഉള്ളൂ. മുത്തശ്ശി എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു ശബ്ദം മാത്രം കേൾക്കാം. ഇങ്ങനെ ജീവിതം മൃഗതുല്യമായി അവസാനിപ്പിക്കുന്നു. മനുഷ്യനാവാൻ സാധിക്കണില്ല പലപ്പോഴും എന്ന് കാണിക്കുകയാണ്. അങ്ങനെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും എന്തായി? രോഗങ്ങൾ വന്നേക്കുന്നു. അതിൻ്റെ ശല്യം. നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും കഴിക്കാനുള്ള യോഗമില്ല. കഴിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പറയാം ഒന്നും കഴിക്കേണ്ട, പ്രഷർ കൂടും, ഷുഗർ കൂടും, അല്ലേ? പലതും അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങൾ. പിന്നെ അന്യരുടെ കീഴിൽ ജീവിച്ചിട്ടേ ഇല്ല. ഞാനിങ്ങനെ എന്തെങ്കിലും ശബ്ദം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ച് വിറച്ചിരുന്ന കാലത്ത് ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ തന്നെ പറ്റണില്ല. ഉണ്ടായാൽ തന്നെ അവരൊക്കെ അതിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഇങ്ങനെ രോഗങ്ങൾ മൂർച്ഛിച്ച് എല്ലാവരും തന്നെ ഉപേക്ഷിക്കണു എന്നൊക്കെ വിചാരിച്ച് മരിക്കണു. വീണ്ടും പ്രാരബ്ധ അനുസരിച്ച് വീണ്ടും പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ജന്മം വേണ്ടതുപോലെ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് അമ്മയ്ക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണ്ടത് മനസ്സിലാക്കിയ ഈ സംസാര ദുഃഖത്തിന്റെ മറുകര കടക്കാൻ ആദ്യം പറഞ്ഞുല്ലോ. ഈ അച്ഛൻ പറഞ്ഞു സംസാര സാഗരത്തിന്റെ മറുകര കടക്കാനുള്ളതാണ് അവിടുത്തെ പാദാരവിന്ദം ഭവസിന്ധുബോധം എന്ന് പറഞ്ഞത് ഉണ്ണി ഒന്നുകൂടി അമ്മയെ ഓർമ്മിപ്പിച്ചു. ദേവഹൂതിയുടെ മനസ്സ് ശാന്തമായി, തിരയില്ലാത്ത കടൽ പോലെ വളരെ ശാന്തമായി ഇങ്ങനെ നിന്നു. ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവിടുന്ന് സൃഷ്ടിയാദി ലീലകൾ ചെയ്യുന്നു സങ്കല്പത്തിൽ തന്നെ. അങ്ങനെയുള്ള അവിടുന്ന് എൻ്റെ പുത്രഭാവത്തിൽ വന്നുവെങ്കിൽ ഇതിൽ പരം ഭാഗ്യം വേറെ എന്താ ഉള്ളത്? അതോടൊപ്പം അങ്ങയിൽ നിന്നതൊക്കെ കേൾക്കാൻ സാധിച്ചു. അങ്ങയുടെ നാമം അറിയാതെ ജപിക്കുന്നവൻ പോലും അജ്ഞാനാത് അഥവാ ജ്ഞാനാൽ അയാൾ ശുദ്ധനായിത്തീരും എങ്കിൽ അങ്ങയിൽ നിന്നതൊക്കെ കേൾക്കാൻ സാധിച്ച, അങ്ങയെ പുത്രഭാവത്തിൽ സ്വീകരിക്കാൻ സാധിച്ച എൻ്റെ ഭാഗ്യം എത്ര വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സിദ്ധയായി എന്ന രീതിയിൽ ഭഗവാനെ വീണ് നമസ്കരിച്ചു. കപിലവാസുദേവൻ അവിടുന്ന് യാത്രയായി. ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായി മാറി. ആ പ്രദേശം സിദ്ധപദം എന്ന് അറിയപ്പെട്ടു എന്നും പറഞ്ഞാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്. കാപിലം കേൾക്കുന്നത്, അതിനെ ശ്രദ്ധയോടെ മനസ്സിലാക്കുന്നത്, അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നത് വളരെ പുണ്യമാണ്. യൈത മനുഷ്യണോതി യോഭിധത്തെ കപിലമുനേർമതം ആത്മയോഗ ഗുഹ്യം ഭഗവതി കൃതധീ സുപർണകേതാവുപലഭത്തെ ഭഗവൽ പദാരവിന്ദം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്.